സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് ലയന. ലയനയെ അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. ബോഡി ഷേമിങ്ങിനെ കരുത്തായി മാറ്റിയ ഒരു പെൺകുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ലയനയെ പറയാം. ഇപ്പോൾ ലയനയുടെ ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത്. തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന് ഒരു ഇന്റർവ്യൂവിനിടയിൽ ലയന കൊടുത്ത ഒരു പണിയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. എന്താണ് ഈ സംഭവം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്റർവ്യൂവിനിടയിൽ വഴക്ക് നടക്കുന്നു, ഒരു അടിപിടി നടക്കുന്നു, സംഭവം ഇപ്പോൾ വൈറലായി മാറുന്നു. ഇങ്ങനെയൊക്കെ ഒരാൾ പ്രപ്പോസ് ചെയ്യുമ്പം അങ്ങോട്ടേക്ക് തിരിച്ച് ഡെഫിനറ്റ്ലി ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ ശരിക്കും ചെയ്യുന്നത്. തിരിച്ച് അങ്ങോട്ട് ആ പെൺകുട്ടിയെ ഡെഫിനറ്റ്ലി ഇഷ്ടം തോന്നും. അതുപോലെ ചെറിയൊരു സംഭവം തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട്. അതിനോട് തിരിച്ചെന്താ പറയാനുള്ളത്? ഇതൊരു ഇന്റർവ്യൂ ചോദിച്ചു അത്രയല്ലേ ഉള്ളൂ. ആളത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കാന്ന് ഇല്ല, അതാണല്ലോ ആള് പറഞ്ഞത്. അതല്ല ആള് പറഞ്ഞ ആൾക്ക് ചെറുതായിട്ട് ഫീൽ ക്രഷ് ഒക്കെ വന്നു തുടങ്ങിയെന്ന്. നിങ്ങൾ ഇവര് തമ്മിലുള്ള പ്രപ്പോസൽ സീൻ എടുക്കാം. ഇവര് തമ്മിലുള്ള പ്രപ്പോസൽ സീൻ ഷൂട്ട് ചെയ്യാം. നിങ്ങൾ തമ്മിൽ അത് ഞങ്ങൾ ഡെയിലി പറഞ്ഞ ഡയലോഗ് ഉണ്ടാവും. ഇല്ല, കട്ട് ചെയ്യുന്ന വേറെ കൊണ്ടല്ല. ഇല്ല, നീ പ്രപ്പോസ് ചെയ്ത ആൾക്ക് ശരിക്കും ഫീൽ ആയി. കൂടാണ്, ആ കുട്ടി ഓക്കെയാണ്. ഇല്ല, ഇവൻ പ്രപ്പോസ് ചെയ്തപ്പോ ശരിക്കും ക്രഷ് ഫീൽ വന്നില്ലേ? ആർക്കും ഒരു ക്രഷ് ഫീൽ തോന്നും. ഷൂട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും പബ്ലിക്കിൽ വെച്ച് കാണുമ്പോ ആ ഒരു ഫീൽ ഉണ്ടാവില്ല എൻ്റെ അടുത്ത്. ഐ മീൻ പണ്ട് അങ്ങനെ പറഞ്ഞത് ഓർമ്മ വരും. ഇല്ല, വേറെ എവിടെയാണ് സ്റ്റേ? ഞാൻ കൊച്ചിയിലാണ്. എവിടെ താമസിക്കുന്നത്? പറയത്തില്ല. അത് വേറെ സ്ഥലത്ത്. ഞങ്ങൾ എനിക്ക് കാണാൻ വഴിയില്ലല്ലോ. പറഞ്ഞ ആളുകൾ വരാതെ വിചാരിക്കട്ടെ. ഇല്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ല, ഒന്നുമില്ല. എന്താ വരുന്നില്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് ഇല്ല ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊന്ന് നൊസ്റ്റാൾജിയിലേക്ക് പോയി. അപ്പം എന്താണ് ഇവർക്ക് തമ്മിൽ പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു നല്ലത്. അല്ല, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, അപ്പൊ നിനക്ക് എന്നോട് പറയാലോ. അത് ഇത് കഴിഞ്ഞിറങ്ങും പറയാലോ. നിങ്ങൾക്ക് വേറെ ഇതൊന്നും ട്രൈ ചെയ്യില്ല. ഫാഷൻ ഇല്ല, നീ പറ. ഇല്ല, ഞാനും കാര്യമായിട്ട് പറയാൻ നിനക്ക് അവരെ പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ലേ? ഒന്നല്ലെങ്കിൽ അവരെക്കാളും നിനക്ക് എന്നെ അറിയില്ലേ? അപ്പൊ പിന്നെ ഇവരെ ഇപ്പോഴല്ലേ കാണുന്നത്? പക്ഷെ അത് വേറെ ചാനലല്ലേ, ഈ ചാനലിൽ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നീ പ്രപ്പോസ് ചെയ്യാണ്ട് ഞാൻ നിനക്ക് എനിക്ക് അതിലും ദേഷ്യം വരുന്നുണ്ട്. ഇല്ല, അവരെ നിനക്ക് പ്രപ്പോസ് ചെയ്യാമെങ്കിൽ നിനക്ക് എന്നെ പ്രപ്പോസ് ചെയ്തോടെ. ഞാൻ പ്രപ്പോസ് ചെയ്യുന്നില്ല, ഇവന്റെ മാത്രം എടുത്താൽ മതി. ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന മാത്രം എടുത്തത് പറ്റില്ല. ശരി, നമുക്ക് വേറൊരു ദിവസം എടുക്കാം. വേറൊരു ദിവസം എടുക്കാം. ലവൻ ഓക്കെ അല്ല. ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇയാൾ കേട്ട് മടുത്തോ. പിന്നെ ചോദിക്കുമ്പോ അവര് കമന്റ് ബോക്സിൽ കൊണ്ട് ചാനലില് എന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പൊ അവന് ഇപ്പൊ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന്റെ അടിയിൽ തന്നെ ആളുകൾ ഇനി പിന്നെ അതിന് ചെയ്ത ആളുകൾ പിന്നെ ചോദിച്ചോണ്ടിരിക്കും. ഇത് വേറെ ചാനലല്ലേ, എനിക്ക് ഇത് തന്നെ ഉള്ളൂ ചോദിക്കും. അതിന് നല്ലത് ഒരു വെറൈറ്റി ആയിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യുന്നില്ല. എന്തുകൂടെ നല്ലത്. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പൊ നിനക്ക് ധൈര്യമായിട്ട് എന്നോട് പ്രപ്പോസ് ചെയ്യാം. അത് നീ ചെയ്തോ, അതിന് ശേഷം ഞാൻ ചെയ്യാം. ഞാൻ പോട്ടെ, നമുക്ക് പിന്നെ വേറെ ദിവസം എടുക്കാം. ഹോം ടൂറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കാം. ഓക്കെ, നീ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അല്ല, അവര് കൂടുതലും നീ എന്നെ പ്രപ്പോസ് പ്രൊഡ്യൂസർ ചെയ്യേണ്ട ഇവര് ഭയങ്കര വഴക്കാണല്ലോ. ഈ ഹെയർ സ്റ്റൈൽ കുറച്ചുകൂടി മാറ്റിക്കൂടെ? കുറച്ചും കൂടെ ഒരു ചുള്ളൻ ലുക്ക് വരും. ഇപ്പൊ അടിപൊളി ചുള്ളനാണ്, നല്ല ഫേസ്, നല്ല ലിപ്സ്, നല്ല മൂക്കുണ്ട്, നല്ല കംപ്ലീറ്റ് കാര്യങ്ങൾ അടിപൊളിയാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒക്കെ സെറ്റ് ചെയ്തൂടെ? പക്ഷെ മാസ് കുറച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാനേ ആവുന്നില്ല. അല്ല പ്രൊഡ്യൂസറെ, ഇത്രയും വണ്ണമുള്ള ആൾ കുറഞ്ഞു വന്നതാണ്, അത് വിശ്വസിക്കാനേ ആവുന്നില്ല. ഫോട്ടോസ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ?
അത് ചോദിക്കുമ്പോ പറഞ്ഞില്ല അത് വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തോളാം. അപ്പൊ ഇടയിത്തോളൂ. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ വിടായിരിക്കുന്നത് അങ്ങനെ പറയില്ല. അതെന്തായാലും വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുമല്ലോ. അങ്ങനെ ഓക്കെ. അപ്പൊ അത് ഇപ്പൊ കാണിക്കണം. ഇത്രയും കുട്ടത്തിന് കണ്ടെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ചോദിച്ചോ. അല്ല അതുവരെ നിങ്ങൾ ചോദിച്ചോ. ഇതിന്റെ ഇടയ്ക്ക് എവിടെന്നാ കാണിക്കോ? അപ്പൊ എന്താ ചോദിച്ചോ? ചോദിച്ചോ. ഞാൻ അപ്പോഴത്തേക്ക് അല്ല കാണിക്കോ, ക്യാമറയിൽ കാണിക്കാലോ. അത് പിന്നെ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു ചോദിച്ചോ. അതുവരെ ഫാമിലിയെ പറ്റിട്ട് എന്താണ്? ഫാമിലി ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഫാമിലി അച്ഛൻ, അമ്മ, അനിയൻ, ചെറിയ ഫാമിലി, അടിപൊളിയായിട്ട്. എവിടെയാണ് സ്ഥലം? തൃശ്ശൂര്. ഓക്കെ. ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ? കാണിക്കാം ഫോട്ടോ. കട്ട് ചെയ്യും കുറച്ച്. എനിക്ക് 5 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് പോകണം. സമയം എത്രയും 4:30. അരമണിക്കൂർ ഇവിടുന്ന് ഇഷ്ടം പോലെ ദിവസം ഉണ്ട്. ഒറ്റ ഇല്ലെങ്കിൽ വിചാരിക്കും ഞാൻ എന്റെ പോർഷൻസ് എടുത്ത് വെക്കോ? അത് കഴിഞ്ഞിട്ട് വേണ്ടി എടുത്താൽ മതി. എന്നോട് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് എന്നോട് സെപ്പറേറ്റ് ചോദിച്ചാൽ മതി. എന്റെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പരിചയപ്പെടുത്തട്ടെ. ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ട്. കട്ട് ചെയ്തേക്കല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വീഡിയോക്ക് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ. അല്ല, പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അതിന്റെ ആവശ്യത്തിന് നോക്കി ഒന്നും കാണത്തില്ല. ഇവിടെ കാണുമോ? ഇത്രയും നേരം ഉണ്ടായിരുന്നു. അവർ ചോദിച്ചപ്പോൾ ഇത്രയും മാസം ഉണ്ടായിരുന്നു. അതിന് ഞാനൊരു 2 months കൊണ്ടിട്ടാണ് കാണുന്നത്. അത്രയും വിട്ട ബോഡിയായിരുന്നു. ബോഡിയായിട്ടല്ല, കഴിഞ്ഞില്ല. തീർന്നില്ല. എനിക്ക് കുറച്ച് ഇത് വന്നു. പിന്നെ ഇവർക്ക് തമ്മിൽ എന്തോ ഒരു കൺഫ്യൂഷനും പ്രശ്നങ്ങളും വന്നു. അതെന്താണെന്ന് അറിയില്ല. എനിക്ക് കഴിഞ്ഞില്ല. കൺഫ്യൂഷനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കൺഫ്യൂഷൻ അല്ല, പിന്നെ ജസ്റ്റ് ഇരിക്കുവായിരുന്നു. ഇവരോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇവര് തമ്മിൽ എന്തോ ഒരു ഇത് സംസാരിച്ചപ്പം ആ ഒരു ഇതിലിരിക്കുകയായിരുന്നു. ഫേസും അല്ലാതിരിക്കുന്നൊന്നുമില്ല. അല്ല, എല്ലാവരും ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. ഇവനിങ്ങനെയാണ് കാര്യമാക്കണ്ട. എല്ലാ സ്ഥലത്തും ഇങ്ങനെ വരും. പോയാലോ? പോയാലോ? എന്താണ് ഇഷ്യൂ? എന്താ വിഷയൊന്നുമില്ല. പിന്നെ എന്താ മെസ്സേജ് ചെയ്തേ? വെറുതെ മെസ്സേജ് ചെയ്തിട്ടില്ല. ശരി, എന്ന് പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ രണ്ടുപേരും ബന്ധമില്ല. ഇത് ലൈന, ആഷ്മി. നല്ല സ്വീറ്റ് അല്ലേ? സ്വീറ്റ് സ്മൈൽ അല്ലേ? മനസ്സിലായി പറച്ചിൽ കേട്ടപ്പോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ചൊല്ലനല്ലേ? അതാണ് വിഷയം. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഇരുന്ന് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. വിളിക്കണെന്തോ കഴിഞ്ഞ് പോകുന്നു. നിക്ക് മാഷേ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ. പറഞ്ഞിട്ടല്ല, ഓൾറെഡി എനിക്ക് മെസ്സേജ് ചെയ്ത. പിന്നെ തരാം. അപ്പൊ ഒരു സമയം മെസ്സേജ് അയച്ചാൽ ആ കൃത്യം സെക്കൻഡിൽ അത് തീർന്നോളണമെന്നില്ലേ? അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതൊരു വരുത്തിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഹലോ. സംസാരിച്ചു കഴിഞ്ഞു. മൈൻഡ് പൈ എന്താണ് പേഴ്സണലായി തോന്നുന്നു കണ്ടിട്ട്? ആയോ? ഇല്ല, അവന്റെ ബോഡിയും അവന്റെ ഗെറ്റപ്പിനെ കുറിച്ച് പറയായിരുന്നു. ഞാൻ തന്നെ അവനെ പോലെ തന്നെ
അങ്ങനല്ല ഒരു ഇന്റർവ്യൂ ആകുമ്പോ ഒരു കാര്യം ഞാൻ അയാളോട് മറുപടി പറഞ്ഞു. അതേ എനിക്കറിയൂ. പിന്നെ നീ ഓക്കെ ഇല്ലാന്നുള്ള രീതിയിൽ മെസ്സേജ് ചെയ്യുന്നതിനാ? ഓക്കെ ഇല്ലാന്നുള്ള രീതിയിൽ മെസ്സേജ് ചെയ്യുന്നതിനാ? സോ എങ്ങനെ, നല്ല ഇന്റർവ്യൂ ആണോ? പിന്നെ നല്ല ആയിരുന്നു. ഓക്കെ. സോ ചിൽസാറ ചില്ലയുടെ മറ്റൊരു എപ്പിസോഡ് കൂടി ആയിരുന്നു. കണ്ടിട്ടുണ്ടോ? എന്ത് ഫ്രീക്സ് ആയിരിക്കില്ല? എന്താ ഇല്ലില്ല, എന്താണ് നടക്കുന്നത്? എന്താ സംഭവം? ഇല്ല ഓരോന്ന് ചോദിച്ചു, ഞാൻ മറുപടി ഇത് പറഞ്ഞു. എന്റെ കൈയൊക്കെ കിടന്നിട്ട് ഫ്രീസ് ആയിരിക്കില്ല. എന്ത് സംഭവം? ഇല്ല, എന്റെ കൈ ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് വർക്കൂട്ടിട്ട് ഇങ്ങനെ ആയിട്ട്. ആഹാ. സോ ചിൽസാറിലെ മൈസൂറിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടിയായിരുന്നു. കുറച്ച് നീരിക്കോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. ഉണ്ടായിരുന്നു. എന്നോട് വന്നിരിക്കുന്നത് ഭയങ്കര നെർവസ് ആയിട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ ഇരുന്നിരുന്നില്ല. എന്താ സംഭവം? ഞാൻ നോക്കിയപ്പോ ഇവര് എന്താ പറയാ, ഇതുവരെ എന്നോട് ഇങ്ങനെ ആ എന്താ പറയാ എന്താ പറയാ പെരുമാറ്റമില്ലായിരുന്നു. ആ അപ്പൊ ആള് പെട്ടെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു മാറിയോ ഇവിടെ വന്നപ്പോ? ഇവിടെ കാണാത്ത ഒരാളായി മാറിയോ? അതെ, എന്നാണ് ഇതുവരെ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ആള്. കയ്യിന്ന് പോയി നേരത്തെ വിചാരിച്ചു എന്താ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന എന്തിനാ? കണ്ണ് നിറഞ്ഞല്ല, കാരണം തന്നെ അത്ര ഒരു ബോണ്ടുണ്ട് ഞങ്ങൾ തമ്മില്. ഇപ്പൊ വന്നാ പിന്നെ ഇപ്പൊ ഞങ്ങള് പറയില്ലേ, ഒരു ചെറിയ കറക്കായിട്ടാണ് എനിക്ക്. അപ്പോ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം റിവീൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഇത് ചിൽസാറ ചിലിന്റെ മറ്റൊരു എപ്പിസോഡും അതോടൊപ്പം തന്നെ ഇതൊരു പ്രാങ്ക് ഷോയും ആയിരുന്നു. അത് റിവീൽ ചെയ്ത് ഇപ്പൊ എങ്ങനെ തോന്നുന്നു? കുറച്ച് സമാധാനമുണ്ടോ? സമാധാനമുണ്ട്, കുറച്ച് കുട്ടി സമാധാനം. ഓൾറെഡി ലേക്ക് അറിയാലോ. അറിയുമെന്നാണ് തോന്നുന്നത്, അറിയില്ല എന്നാണ് തോന്നുന്നത്. പെരുമാറ്റം മനസ്സിലായി. ഇത് ആക്ച്വലി ഞങ്ങൾ ലയയുടെ കയ്യിലെ കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു. ഞങ്ങൾ ലയ പറഞ്ഞ പോലെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് വാസ്തവം.